കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, ജ്ഞാനികളെ ക്രിസ്തു ദർശനത്തിന് സഹായിച്ചത് അവർ കിഴക്കു കണ്ട ഒരു നക്ഷത്രമാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം 9-ഉം 10-ഉം വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. പ്രിയ നിറഞ്ഞവരെ, ഈ ഒരു നക്ഷത്രത്തിൻ്റെ ജോലിയാണ് ഓരോ ക്രിസ്തു അനുയായിയുടെയും ജീവിതത്തിൻ്റെ ദൗത്യം. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ട വഴികാട്ടിയായി മാറുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ദൗത്യം. പ്രത്യേകിച്ചും സുഹൃതക്ഷയങ്ങളുടെ കറുത്ത മാനത്ത് തെളിഞ്ഞുയരേണ്ട നക്ഷത്രങ്ങളാകണം നമ്മൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ തിന്മകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. സുഹൃതങ്ങളെല്ലാം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറുത്ത അവസ്ഥയാണ് നമ്മുടെ ചുറ്റുപാട്. അവിടെയാണ് ഒരു നക്ഷത്രത്തെ പോലെ നമ്മുടെ ജീവിതം പ്രശോഭിക്കേണ്ടതും അതിലൂടെ അപരനെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ള ദൗത്യവും നമ്മുടെ മുമ്പിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ വെറും വഴികാട്ടികൾ മാത്രമാണ്. നമ്മൾ ആരും സൂപ്പർ സ്റ്റാറുകളല്ല. സൂപ്പർ സ്റ്റാർ ഒരേ ഒരുത്തൻ മാത്രം, അത് ഈശോയാണ്. അപ്പം നമ്മൾ സൂപ്പർ സ്റ്റാറുകളാകാതെ വഴികാട്ടികളായി മാറി നമ്മുടെ ദൗത്യം നിർവഹിച്ച് എൻ്റെ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു എന്ന് വിനീത മനോഭാവത്തോടെ ഞാൻ മാറി നിൽക്കുക എന്നുള്ള കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിർവഹിക്കേണ്ടത്. ഒരു നക്ഷത്രത്തെ പോലെ ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമ്മുടെ ജീവിതത്തെ ദിവ്യകാനീശയുടെ മുമ്പിൽ നമുക്ക് ധ്യാനിക്കാം. നക്ഷത്രത്തെ പോലെ അപരന് വഴികാട്ടിയായി മാറുവാൻ എൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ചിന്തകൾക്കും പെരുമാറ്റങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? എൻ്റെ കൂടെയുള്ള സഹോദരൻ സുഹൃതക്ഷയത്താൽ, തിന്മയുടെ സ്വാധീനത്താൽ, ദുശീലങ്ങളുടെ അടിമത്തങ്ങളിൽ മുഴുകി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ തിന്മയുടെ ശീലങ്ങളിൽ നിന്നും അവരെ ഒന്ന് കരകയറ്റുവാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വഴികാട്ടിയായി മാറുവാൻ എൻ്റെ വാക്കുകൾക്കും എൻ്റെ പ്രവർത്തനങ്ങൾക്കും എൻ്റെ പെരുമാറ്റങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ദിവ്യകാനീശയുടെ മുമ്പിൽ നമുക്കൊന്ന് വിലയിരുത്താൻ പ്രിയ നിറഞ്ഞവരെ, ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ, അങ്ങയുടെ ജനനത്തിനായി ഇതാ ഞാൻ ഹൃദയത്തെ ഒരുക്കുന്ന ഈ ദിനങ്ങളിൽ ഒരു നക്ഷത്രത്തിൻ്റെ ദൗത്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് ഇതാ വ്യക്തമായി അങ്ങ് വചനങ്ങളിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. സുഹൃതക്ഷയങ്ങളുടെ കറുത്ത മാനത്ത് തെളിഞ്ഞുയർന്ന് അപരനെയെല്ലാം അങ്ങയിലേക്ക് നയിക്കേണ്ട വഴികാട്ടിയായി മാറുക എന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റവും സന്തോഷത്തോടെ നിർവഹിക്കുവാനുള്ള അനുഗ്രഹവും കൃപയും നീ ഞങ്ങൾ ഏവരിലേക്കും വർഷിച്ചാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമയുടെ വഴിയിലൂടെ ചരിക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീ
നൽകണേ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.